കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന രവീന്ദ്രനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് രേവതി സച്ചിയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന ശേഷം രവീന്ദ്രൻ അവിടെ റെസ്റ്റ് എടുക്കാണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അങ്കളെ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് കരുതിയതാ. അപ്പോഴേക്ക് ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പത്തിന് വീട്ടിലേക്ക് പോരുന്ന് പറഞ്ഞോണ്ടാ വരാതിരുന്നേന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങോട്ട് കുറഞ്ഞെന്ന് പറയാണ്. ആ സമയത്താണ് വർഷയുടെ വരവ്. വർഷ വന്നിട്ട് ചോദിച്ചു, ആഹാ അങ്കിൾ ഇത്ര പെട്ടെന്ന് വന്നോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സച്ചി ചോദിച്ചു, എന്താ വരണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഞാൻ കരുതി 2-3 ദിവസം ചിലപ്പോൾ അഡ്മിറ്റ് ആകേണ്ടി വരുന്നു. ഓ അപ്പൊ 2-3 ദിവസം എന്റെ അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണം, അതിന് വേണ്ടിയിട്ട് നീ ചെയ്ത പണിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം നല്ല ദേഷ്യം വന്നു വർഷ പെട്ടെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു, അതെ നിങ്ങളുടെ ഏട്ടനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ, എന്നോട് സംസാരിക്കാൻ വന്നേക്കല്ലെന്ന് പറ എന്ന് പറയണം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇങ്ങനെ ആക്കി വെച്ചതും പോരാ, എന്നിട്ട് അവള് വലിയ രാഹം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കും, ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വർഷ പറഞ്ഞു, അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ചെയ്തില്ലല്ലേ, നിന്നോട് ആരാ മോസ്കിറ്റോ സ്പ്രേ അടിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ പക്ഷേ നിന്നോട് മോസ്കിറ്റോ സ്പ്രേ അങ്ങനെ അടിക്കരുന്ന്, കുറച്ച് അടിക്കാവുള്ളൂ പറഞ്ഞല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ ഇവിടെ മൊത്തം കൊതുക് ശല്യം ആയതുകൊണ്ടല്ലേ, ഡെങ്കിപ്പനിയും എന്ന് വേണ്ട സർവ്വപനി പനിയും വരും ഈ കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് അടിച്ച, അല്ല എന്റെ കുറ്റം അത്, ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, പിന്നെ നീ അടിച്ചു അങ്ങോട്ട്, അല്ല നീ അടിച്ചപ്പോ തന്നെ കൊതുകെല്ലാം ചത്തുപോയി കാണുമല്ലോ, ഇനിയിപ്പോ ഒറ്റ കൊതുക് പോലും കേറത്തില്ല അല്ലേന്ന് ചോദിക്കാം. അല്ല നീ ഇതാരത്, നീ വരുന്നതിന് മുമ്പ് ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത്, ഞങ്ങൾക്ക് ഈ പറയുന്ന പനിയൊന്നും ഇല്ലായിരുന്നു, അല്ല നീ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളെന്താ എല്ലാരും ഇവിടെ പനി പിടിച്ച് കിടക്കുമായിരുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ടതും വർഷയുടെ നാവടഞ്ഞു പോയി. വർഷയ്ക്കൊന്നും പറയാൻ പറ്റില്ല. ആ സമയം ശ്രുതി ചോദിച്ചു, എന്തിനാ വർഷ നീ ഇത്ര സ്പ്രേ അടിച്ചേ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നാമത്തെ കാര്യം അങ്കിളിന് വയ്യാതിരിക്കണ സമയം അറിയത്തില്ലായിരുന്നു ചോദിക്കും. അത് പിന്നെ ഞാൻ അത്രയ്ക്കൊന്നും ഓർത്തില്ല എന്ന് പറയാണ്. ഓർക്കണായിരുന്നു, അത് ആരുടെ തെറ്റാ എന്ന് സച്ചി പറയാണ്. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഇനിയിപ്പൊ അത് പറഞ്ഞ ആ കാര്യം പറഞ്ഞ് വെറുതെ വഷളാക്കണ്ടെന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറയാം. സച്ചി പറഞ്ഞു, എല്ലാവർക്കും അങ്ങനെ അങ്ങോട്ട് പറയാം, എന്റെ അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഒന്നിനും ഞാൻ വെറുതെ പെടുത്തില്ലായിരുന്നു, എല്ലാം ഇവിടെ ഒറ്റ കാരണമാണെന്ന് പറയണം. ഇത് കേട്ടോ വർഷം, ഞാൻ കാരണോ? എന്ത് പറഞ്ഞാലും അതെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, കുറച്ച് കയ്യിൽ നിന്ന് പൈസ പോയതുകൊണ്ടല്ലേ, എത്ര രൂപയാന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞുതരാം, ഞാൻ അങ്ങോട്ട് തന്നേക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. നീ എന്താടി പറഞ്ഞേ എന്നും പറഞ്ഞോണ്ട് ഷർട്ടിന്റെ കൈയും തീർത്തേറ്റി അങ്ങോട്ട് ചെല്ലുവാണ് വർഷേനെ തല്ലാനായിട്ട്. പെട്ടെന്ന് രേവതി ഇടയ്ക്കിലേക്ക് കയറി, എന്താ സച്ചേട്ടാ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല പിന്നെ അവള് പറഞ്ഞ കേട്ടോ, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് നീ കുറച്ച് പൈസ കൊണ്ടു തന്ന് വല്ലതും ആകുവോ? സാമാന്യ ബോധം പോലെയല്ല, കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും കാര്യമില്ല, തലയ്ക്കകത്ത് വിവരമില്ല. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ വർഷയ്ക്ക് ദേഷ്യം വന്നു. വർഷ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീകാന്തേ, നിങ്ങളുടെ ചേട്ടനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ, അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കുലിക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം സച്ചി സുധിയോട് പറഞ്ഞു, കട്ടില് പിടിക്കടാന്ന് പറയാണ്. ചന്ദ്രമതിച്ചു, നീ എന്തിനാണ് ഇപ്പൊ കട്ടിലും കൂടെ എടുക്കുന്നേ? ആകെപ്പാടി ഇപ്പൊ ആ കട്ടിലെല്ലാം ഹാളിൽ കിടക്കുന്നേ, ഇനിയിപ്പൊ അതും കൂടെ നീ എടുത്തോണ്ട് മുറിയിലിട്ട് സുഖിച്ച് കിടക്കാനാണോ നിനക്ക് നിന്റെ ഭാര്യയ്ക്കെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അതെ അത്ര സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് പറയണം. പിന്നെ അങ്ങനത്തെ സ്വഭാവം കാണിക്കുന്ന അമ്മയുടെ ഏത് മക്കളാന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ, എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരുന്നെന്ന് സച്ചി പറയാണ്. പിന്നീട് സച്ചി പറഞ്ഞു, അതെ ഈ കട്ടിൽ കൊണ്ട് അകത്തിടാനാ, അച്ഛനിനി ഇവിടെ കിടക്കണ്ട, അകത്ത് കിടന്നാ മതി എന്ന് പറയണം. ഇവിടെ കിടന്നാലല്ലേ എല്ലാരും മോസ്കിറ്റോ സ്പ്രേ ഒക്കെ അടിക്കുന്നേ, മുറിയിൽ വന്ന് ആരും അടിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അകത്ത് പോയി കിടന്നോളാൻ പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്രമതിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ആയി, മുറി കിട്ടിയില്ലോ എന്നൊരു സന്തോഷം. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട മോനെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണം. അത് പറ്റില്ല, വന്ന് പിടിക്കടാ സുധി എന്ന് പറയാം. ഇവനൊരുത്തനും ഒരിടത്ത് മനുഷ്യൻ ഇരുത്തില്ലെന്ന് കരുതിയിട്ട് സുധി കട്ടിലെ പിടിക്കാൻ പോയപ്പോഴത്തേനും രേവതി പറഞ്ഞു, അതെ സച്ചേട്ടാ ഒരു മിനിറ്റ് നിർത്താൻ പറയണേ, ഇപ്പൊ കട്ടിലെടുക്കല്ലെന്ന് പറയണം. ഓഹോ അപ്പൊ ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മുറി കൊടുക്കുന്നേ. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, കണ്ടില്ല അവളുടെ സ്വഭാവം, സച്ചി മുറി കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കണ്ടോ അവള് പറഞ്ഞു കേട്ടില്ലേ, മുറി കൊടുക്കണ്ട പോലും. ഇത് കേട്ടപ്പോ രേവതിക്ക് ദേഷ്യം വന്നു. രേവതി, ഞാൻ പറഞ്ഞോ അമ്മ അങ്ങനെ മുറി കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് സംസാരിക്കാൻ എനിക്ക് നാമുണ്ട്, അമ്മ പറയേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞു കേട്ടല്ലോ. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമില്ല, കാര്യം എന്താണെന്നറിയാതെ വെറുതെ അമ്മ കിടന്ന് ചാടിത്തുള്ളേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞു കേട്ടല്ലോ. രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്താ ചന്ദ്രേ, കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ടുകളിൽ കടി മേടിക്കേണ്ട കാര്യമുണ്ടോ? രേവതി നിന്നോട് എന്തേലും പറഞ്ഞോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ചന്ദ്രപതി പറഞ്ഞു, അവളല്ലേ പറഞ്ഞ കട്ടിലെടുക്കല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ എന്തെങ്കിലും കാരണം കാണുമെന്ന് പറയണം. പിന്നീട് രേവതി സച്ചിയോട് പറഞ്ഞു, കട്ടിലെടുക്കല്ലെന്ന് പറഞ്ഞ് മറ്റൊന്നും കൊണ്ടല്ല,
മുറിയിലേക്ക് ഇപ്പൊ കൊണ്ടിടാൻ പോകുമ്പോൾ ആ മുറിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടാ പോരെ. കാരണം അച്ഛന് ഇനി ശ്വാസം മുട്ടൽ എന്തെങ്കിലും ഉണ്ടായാലോ പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവിടെ കിടന്നുകൊണ്ടിരുന്നല്ലേന്ന് ചോദിക്കും. ഓ അത് ശരിയാ, ഒരു കാര്യം ചെയ്യും, ബെഡൊക്കെ എടുത്ത് മാറ്റാം, അപ്പത്തേനും ഞാൻ ഓടിപ്പോയി മുറി ഒന്ന് തൂത്തുടച്ച് വൃത്തിയാക്കാന്ന് പറയണം. രവീന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ചന്ദ്രേ, ഇപ്പൊ നീ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ ആണോന്ന് ചോദിക്കണം. വെറുതെ ഓരോന്നും അങ്ങോട്ട് മനസ്സിലും കണ്ടിട്ട് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു, എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ എന്റെ ഭഗവാനെ എന്നൊക്കെ പറയാണ്. പിന്നീട് കട്ടിലൊക്കെ പിടിച്ചോണ്ട് അകത്തിടാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഈ സമയത്ത് സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു. വർഷേനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ അവൾ ഒറ്റയെടുത്ത് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് ചന്ദ്രമതി നേരെ ശ്രീകാന്തിനോട് പറഞ്ഞു, നീ മുറിയിലേക്കല്ല, അവള് നല്ല ദേഷ്യത്തിലല്ലേ പോയേക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം ശ്രീകാന്ത് മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷ ദേഷ്യപ്പെട്ട് മുറിയിരിക്കുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അല്ല നിങ്ങളുടെ ഏട്ടൻ ആരാന്നാ വിചാരം? അവര് വലിയ ഏതാണ്ട് ഹീറോ ആയെന്ന് മറ്റുള്ള സംസാരം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്നെ കണ്ട ചീത്തയൊക്കെ പറഞ്ഞേ? നിങ്ങളും കണക്കാ, ഭാര്യനെ ചേട്ടൻ ചീത്ത പറഞ്ഞു കേട്ട് ഒന്നും മിണ്ടാതെ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്നു, നിങ്ങളൊരു ഭർത്താവാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അതെ എന്റെ സച്ചേട്ടൻ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാന്ന് പറയണ. എന്ത് ന്യായം? അല്ല നിന്നോട് ആ മോസ്കിറ്റോ സ്പ്രേ അവിടെ അടിക്കാൻ ആരാ പറഞ്ഞേ? അത് പിന്നെ എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ അടിച്ചേ, എല്ലാവർക്കും വേണ്ടിയല്ലേന്ന് ചോദിക്കും. അതെ എല്ലാവർക്കും വേണ്ടി അടിക്കേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നു, നിനക്കറിയാവുന്നതാണല്ലോ അച്ഛന് സർജറി കഴിഞ്ഞാണ് സ്റ്റെന്ത് ഇട്ടേക്കുന്നതാണെന്നുള്ള കാര്യം. അതെ അച്ഛനെ സ്റ്റെന്ത് ഇട്ടാകുന്ന കാര്യം ഞാൻ ആ സമയത്ത് മറന്നുപോയി. അത് മാത്രമല്ല എനിക്കറിയാൻ പറ്റത്തില്ല ഇങ്ങനെ ശ്വാസമുള്ള ഉണ്ടാവുന്നൊക്കെ. ഞാൻ ഡോക്ടറേറ്റ് ഒന്നും അല്ല പഠിച്ചതെന്ന് പറയാം. അല്ല നീ ഡോക്ടറേറ്റ് അല്ലെങ്കിലും നീ എഞ്ചിനീയറിംഗ് പഠിച്ചല്ലേ, അത്യാവശ്യം വിവരം ബോധമൊക്കെ നിനക്ക് കൊള്ളാല്ലേന്ന് ചോദിക്കും. അതെ ഞാൻ പഠിച്ച വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പറയാം. പിന്നെ ഇതിനൊക്കെ സാമാന്യ ബുദ്ധി മതി, വർഷേ ചിന്തിച്ചാൽ എടുക്കാവുന്ന കാര്യമുള്ളൂ. അല്ലാതെ ഇതിന് വല്ല ഡോക്ടറേറ്റും PhD എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമുക്കറിയാവുന്ന ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണമെന്ന് പറയാം. ഓഹോ ഇപ്പൊ കുറ്റം കൊണ്ട് എന്റെ തലയിലല്ലേന്ന് ചോദിക്കാം. അതെ നിന്റെ കയ്യിൽ തന്നെ കുറ്റം, നീ ആ തെറ്റുകാരി എന്ന് പറയണം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട് സച്ചേട്ടൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും വർഷം ഇപ്പൊ എന്താ കാര്യം? ഞാൻ പോയി മാപ്പ് പറയണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ പോയി മാപ്പ് പറയാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് രവീന്ദ്രനോട് ചന്ദ്രമതി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. ഇപ്പം വർഷയോട് ആകെപ്പാടാൻ ദേഷ്യപ്പെട്ടു, അതൊക്കെ ഓർത്തപ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. ഇനി ഇപ്പൊ വർഷയ്ക്ക് സങ്കടമായ എന്തോ. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതിന് സച്ച അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പൊ നീ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് മുറിയിൽ വർഷം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അതെ ഞാൻ അറിയാതെ ചെയ്തു പോയതാ അച്ഛാ, എനിക്ക് അറിയത്തില്ലായിരുന്നു അച്ഛന്റെ കണ്ടീഷൻ എന്താന്നുള്ളത്. ആ സമയത്ത് സർജറി കഴിഞ്ഞാന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി. കൊതുക് പോട്ടെ നിർത്താൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ, സോറി ഇട്ടോന്ന് പറയണം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അത് കഴിഞ്ഞ കാര്യമല്ലേ മോളെ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് സോറി ഒന്നും പറയണ്ടെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, പോട്ടെ മോളെ, നീ ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. മോള് മുറിയിലേക്ക് എല്ലാം പറയണം. അങ്ങനെ വർഷം വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിനോട് ചന്ദ്രമതി ചോദിച്ചു, അല്ല നീ അവളെ വഴക്ക് പറഞ്ഞോടാന്ന് ചോദിക്കണം. എവിടുന്ന്? അല്ല നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? അതൊന്നും ഇല്ലമ്മേ, കാര്യങ്ങളൊക്കെ അവളും മനസ്സിലാക്കിയിരിക്കണ്ടേ, അല്ലാതെ കുഞ്ഞു കൊച്ചു കളിച്ചിട്ട് കാര്യമില്ലോ എന്ന് പറയാണ്. പിന്നീട് ശ്രീകാന്ത് മുറിയിലേക്ക് കയറി പോവാൻ. ഈ സമയത്ത് വർഷം അവിടെ ചെന്നിട്ട് മുഖം വെറുപ്പിച്ചിരിക്കുക. ശ്രീകാന്ത് എന്നിട്ട് ചോദിച്ചു, സത്യം പറ, എനിക്കറിയാം ഇപ്പൊ നീ ശരിക്കും മനസ്സറിഞ്ഞു പോയി മാപ്പ് പറഞ്ഞല്ലെന്ന്, എന്നോടുള്ള ദേഷ്യത്തിന് പോയി അച്ഛനോട് മാപ്പ് പറഞ്ഞല്ലേ, അതിനകത്ത് എന്തർത്ഥം ഉള്ളതെന്ന് ചോദിക്കണം വർഷയോട്. ഇതേടെ വർഷ ഓഹോ അപ്പൊ ഞാൻ മാപ്പ് പറഞ്ഞ ഏതാണ് ദുരിതാശത്തോടു കൂടിയാന്നാ നിങ്ങൾ വിചാരിക്കുന്നല്ലേന്ന് ചോദിക്കണം. അല്ല പിന്നെ നീ മനസ്സറിഞ്ഞ് ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം, മനസ്താപം ഉണ്ടായിട്ട് പറയണം, ചെയ്ത് തെറ്റായെന്ന് തോന്നിട്ട് പറയണം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും വർഷം ഓ നിങ്ങൾ പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ എന്ന് പറയണം. അങ്ങനെ ഒന്നും രണ്ടും അങ്ങോട്ടേക്ക് പറഞ്ഞു. അവസാനം അത് അടിയെ കലാശിക്കുകയാണ്. പിന്നീട് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷം അവിടെ നിന്ന് വാട്ടർ ബോട്ടിൽ എടുത്ത് ശ്രീകാന്തിനെ എറിയാൻ തുടങ്ങുവാണ്. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഇതേ എന്റെ ദേഹത്ത് അങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ബോട്ടിൽ ശ്രീകാന്ത് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഗുസ്തി പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവസാനം ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, രണ്ടുപേർക്കും കോംപ്രമൈസ് ആവാം, രണ്ടുപേരും കുപ്പിയൊക്കെ താഴെ ഇടാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കുപ്പിയൊക്കെ താഴെ ഇട്ടു. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അല്ല നിനക്കറിയാലോ അച്ഛനെന്ന് പറഞ്ഞ ഞങ്ങൾക്കെല്ല അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് സഹിക്കില്ല, അതാ സച്ചേട്ടനാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് വർഷേനെ ഒന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാണ്. പിന്നീട് പിറ്റേ ദിവസം രവീന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് രേവതി ചായയൊക്കെ ഉണ്ടെന്ന് രവീന്ദ്രന് കൊടുക്കുകയാണ്. അപ്പോഴേക്കുമാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശിയെ വിളിക്കുന്നത്. മുത്തശ്ശിയുടെ കോള് കണ്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി. ഹലോ മുത്തശ്ശി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കാം. സുഖമായിട്ടിരിക്കുന്നു, അവിടെയോ? ആ ഇവിടെ എല്ലാവർക്കും സുഖമാന്ന് പറയണ. അല്ല രവീന്ദ്രൻ ഇല്ലേ അവിടെ നിൽക്കാം? അച്ഛനുണ്ടെന്ന് പറയണ. അച്ഛന് സുഖമാണ് മോളെ നിൽക്കും. കുഴപ്പമില്ലാന്ന് പറയണ. അത് പിന്നെ ഒരു കാര്യമുണ്ട് അച്ഛമ്മയെന്ന് പറയണ. എന്താ കാര്യം? അത് പിന്നെ കാര്യം പറയാൻ വന്നപ്പോഴത്തേനും രവീന്ദ്രൻ കൈകൊണ്ട് കാണിച്ചു. പറയില്ലെന്ന് പറയണ, ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ.
അല്ല എന്താ മോളെ പറയാമെന്ന്? ഒന്നുമില്ല അച്ചമ്മയെന്ന് പറയണ. അത് പിന്നെ മോളെ ഞാൻ വിളിച്ചതുണ്ടല്ലോ, നീ ആ ഫോട്ടോസ് ഒക്കെ ഇട്ട് തന്നില്ലായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാരും കൂടെ കൂടി സന്തോഷിച്ച് നിൽക്കുന്ന ഫോട്ടോസ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേവതി പറഞ്ഞു, അതെ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് പറയണ. ഞാൻ സച്ചേട്ടൻ നിൽക്കുന്ന ഫോട്ടോസുകളൊന്നും മുമ്പ് ഇല്ലായിരുന്നു അച്ഛമ്മേ, ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തുന്നതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം കലാവതി മുത്തശ്ശി പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ മോളേന്ന് പറയാണ്. അല്ല സച്ചി ഒന്നും അവിടെ ഇല്ലേ നിൽക്കും, സച്ചിയേട്ടൻ പുറത്തേക്ക് പോയിക്കോന്ന് പറയണ. അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ട് കയറിയിരുന്നത്. ആരാന്ന് നോക്കിയപ്പം അച്ഛമ്മയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സച്ചി ഫോൺ പിടിച്ച് വാങ്ങുവാണ്. ഇങ്ങനെ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് സച്ചി പറഞ്ഞു, അത് അച്ഛമ്മേ ഇവിടെ ഒരു കാര്യമുണ്ട്, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ കൈ കൊണ്ട് കാണിച്ചു, ദൈവത്തെ ഓർത്ത് പറയലെന്ന്. ഈ സമയം കലാപതി മുത്തശ്ശി ചോദിച്ചു, എന്താടാ മോനെ, എന്ത് പറ്റി, അച്ഛൻ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛമ്മേ ഞാന്, എടാ നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് പറയണോ വേണ്ടയോ എന്നൊരു ചിന്തയായിപ്പോയി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അച്ചമ്മയ്ക്ക് വല്ല പ്രഷറോ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പ്രശ്നം ഗുരുതരമാവും. പോരാത്തന്നെ അച്ഛനോടൊന്ന് കൈ കൊണ്ട് കാണിക്കോ പറയലെന്ന്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അല്ല അച്ഛനെ ചെക്കപ്പിന് കൊണ്ടുപോയ കാര്യം പറഞ്ഞാന്ന് പറയണം. ഇപ്പോഴേ സമാധാനമായത്. ഞാൻ കരുതി ഇനി എന്തേലും വലിയ പ്രശ്നങ്ങളായണോ ആണോന്ന്. ഒരു സമാധാനം ഇല്ലാതെ മനുഷ്യൻ ഇവിടെ കഴിയണേ. അവിടെയാണെങ്കിൽ എനിക്ക് ഇത്ര സമാധാനക്കേട് ഉണ്ടാകത്തില്ല. രവീന്ദ്രൻ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. എന്റെ മോൻ അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പോലും എനിക്ക് പേടിയാന്ന് പറയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, ആ കാര്യത്തിലൊന്നും അച്ഛമ്മ പേടിക്കണ്ട, അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കുക, അച്ഛനെ നോക്കാണ്ട് ഞങ്ങളെല്ലാവരും ഇല്ലേ, പിന്നെ എന്തിനാ അച്ഛമ്മ വിഷമിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് കലാവതി മുത്തശ്ശനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.